കന്യാകുമാരിയിൽ രണ്ടാം ദിവസവും ധ്യാനം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപമാലയുമേന്തി പ്രാർത്ഥനാ നിരതനായിരിക്കുകയും സൂര്യനെ നമസ്കരിക്കുകയും ചെയ്യുന്ന മോദിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ധ്യാനം പൂർത്തിയാക്കി നാളെയാണ് പ്രധാനമന്ത്രി ദില്ലിക്ക് മടങ്ങുക. 45 മണിക്കൂറിലേറെ നേരം മോദി സമ്പൂർണ്ണ ധ്യാനത്തിലായിരിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. കന്യാകുമാരിയിലെ സൂര്യോദയം ആസ്വദിച്ചും ബൈനോക്കുലർ വഴി കടൽ കാഴ്ചകൾ കണ്ടുമാണ് മോദി വിവേകാനന്ദ പാറയിൽ സമയം ചിലവഴിക്കുന്നത്. ഫോട്ടോഷൂട്ടും തകർത്തി. ധ്യാനത്തിനിടെ ഇടവേളകൾ ആസ്വദിക്കുന്ന മോദിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചു. ധ്യാനത്തിനിടെ പ്രാർത്ഥനാനിരതനായിരിക്കുന്ന മോദിയുടെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ജപമാലയുമേന്തി ധ്യാനകേന്ദ്രത്തെ വലയം വയ്ക്കുകയും സൂര്യ നമസ്കാരം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി. വിവേകാനന്ദ പാറയിലേക്ക് സന്ദർശകർക്ക് നിരോധനമുണ്ടെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട നിരവധി ആളുകളെ ഇന്ന് ബോട്ടിൽ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷ തുടരുകയാണ് കന്യാകുമാരിയിൽ. നാളെ വൈകിട്ട് 3:30യോടെയാണ് പ്രധാനമന്ത്രി ധ്യാനം അവസാനിപ്പിച്ച് കന്യാകുമാരിയിൽ നിന്ന് മടങ്ങുക. കടൽ കടന്നെത്തി ധ്യാനമിരുന്ന സ്വാമി വിവേകാനന്ദനെ പോലെ ആത്മീയതയിലേക്ക് അലിഞ്ഞുചേരലല്ല വിമാനത്തിൽ പറന്നിറങ്ങിയ മോദിയുടെ ഈ ധ്യാന ലക്ഷ്യം. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിക്കാൻ കന്യാകുമാരിയിൽ ഇരുന്ന് പണിയുന്ന പാലം കൂടിയാണ് മോദിയുടെ ഈ ധ്യാനം. കന്യാകുമാരിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ.